LCMന്റെ ഭാഗത്ത് നിന്ന് PSC സാധാരണ ചോദിക്കാറുള്ള വേറൊരു ടൈപ്പ് പ്രോബ്ലമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 6, 12, 16 മിനിറ്റ് സമയക്രമത്തിൽ അലാറം മുഴങ്ങുന്ന 3 ക്ലോക്കുകളുണ്ട്. ഇവ എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് ഒരുമിച്ച് അലാറം മുഴങ്ങുന്നത്? അപ്പോൾ ഇവിടെ 6 മിനിറ്റ്, 12 മിനിറ്റ്, 16 മിനിറ്റ് സമയക്രമത്തിൽ അലാറം മുഴങ്ങുന്ന 3 ക്ലോക്കുകളുണ്ട്. അപ്പോൾ ഇവിടെ 6 മിനിറ്റ് കൂടുമ്പോൾ അലാറം വരും. ഇവിടെയാണെങ്കിൽ 12 മിനിറ്റ് കൂടുമ്പോഴാണ് അലാറം വരിക. ഇവിടെയാണെങ്കിൽ 16 മിനിറ്റ് കൂടുമ്പോഴാണ് അലാറം വരിക. അപ്പോൾ ഈ മൂന്ന് ക്ലോക്കുകളും ഒരുമിച്ച് അടിക്കുന്ന അലാറം, അതായത് ഒരുമിച്ച് എപ്പോഴാണ് അലാറം മുഴങ്ങുന്നത് അത് കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 6, 12, 16ന്റെ LCM കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ 3 ക്ലോക്കുകളും ഒരുമിച്ച് അലാറം മുഴങ്ങുന്നത് എപ്പോഴാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് വെച്ചാൽ ഈ 3 നമ്പേഴ്സിൻ്റെയും എന്ത് കണ്ടുപിടിച്ചാൽ മതി? LCM കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ 6, 12, 16ന്റെ LCM കണ്ടുപിടിക്കുകയാണ്. കോമൺ ആയിട്ട് 2 പോകും. അപ്പോൾ ഈ 2ലെ 6ലെ 3, 12ലെ 6, 16ലെ 8. വീണ്ടും ഫാക്ടറൈസ് ചെയ്യണം 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3ലെ 2 പോവില്ല, അതേപോലെ 2, 6ലെ 3 പ്രാവശ്യം, 8ലെ 4 പ്രാവശ്യം. അപ്പോൾ 3ലെ കോമൺ ആയിട്ട് 3 പോകും. അപ്പോൾ വീണ്ടും 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാണ്. 1, 1, 4 വരും. അപ്പോൾ നമ്മുടെ LCM എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 4 അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ LCM. അതായത് 2 ഇൻറ്റു 2 4, 4 3 12 ഇൻറ്റു 4 എന്ന് പറയുന്നത് 48 മിനിറ്റ്. അപ്പോൾ ഓരോ 48 മിനിറ്റ് കൂടുമ്പോഴും ഈ 3 ക്ലോക്കുകളും ഒരുമിച്ച് അലാറടിക്കും. അപ്പോൾ നമ്മുടെ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6, 12, 16 മിനിറ്റ് സമയക്രമത്തിൽ അലാറം അടിക്കുന്ന 3 ക്ലോക്കുകളുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഈ 3 ക്ലോക്കുകളും അലാറം മുഴങ്ങുന്നത് എത്ര ടൈം കൂടുമ്പോഴാണ് അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു നമ്പേഴ്സിൻ്റെ എന്ത് കണ്ടാൽ മതി? ഈ ഒരു 6, 12, 16ന്റെ LCM കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 6, 12, 16ന്റെ LCM എന്ന് പറയുന്നത് എന്താണ്? ഇവർ ഒരുമിച്ച് അലാറം മുഴങ്ങുന്ന ആ ഒരു ടൈം ഇൻ്റർവെൽ കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കുക. അത് നമുക്ക് 48 എന്ന് കിട്ടും. 48 മിനിറ്റ് കൂടുമ്പോഴാണ്, ഓരോ 48 മിനിറ്റ് കൂടുമ്പോഴും ഈ 3 ക്ലോക്കുകളും ഒരുമിച്ച് അലാറം മുഴക്കും. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 3 ബൾബുകൾ യഥാക്രമം 3, 4, 5 മിനിറ്റുകൾ ഇടവിട്ട് പ്രകാശിക്കും. അവയെല്ലാം ഒരുമിച്ച് 8 AM കത്തിയെങ്കിൽ വീണ്ടും എപ്പോൾ അവ ഒരുമിച്ച് പ്രകാശിക്കും? ഓക്കെ, അപ്പോൾ 3 ബൾബുകൾ യഥാക്രമം 3 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റ് ഇടവിട്ട് പ്രകാശിക്കും. അവയെല്ലാം ഒരുമിച്ച് 8 മണിക്ക് കത്തിയെങ്കിൽ വീണ്ടും എപ്പോൾ അവ ഒരുമിച്ച് പ്രകാശിക്കും? അപ്പോൾ നമുക്കറിയാം, ഇത് ഒരുമിച്ച് പ്രകാശിക്കും എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കാണേണ്ടത് ഏതാണ്? 3ൻ്റെയും 4ൻ്റെയും 5ൻ്റെയും എന്ത് കണ്ടുപിടിച്ചാൽ മതി? LCM കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവർ ഒരുമിച്ച് പ്രകാശിക്കുന്നതിൻ്റെ ആ ഒരു ടൈം ഇൻ്റർവെൽ എത്രയാണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ LCM ഓഫ് 3, 4, 5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3, 4 ഇതിന് കോമൺ ഫാക്ടറായിട്ട് 1 വരുന്നത് അല്ലേ? അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 4 12, 12 ഇൻറ്റു 5 എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 മണിക്കൂറാണ് അല്ലേ? ഇപ്പോൾ 3, 4, 5 എന്നീ സംഖ്യകളുടെ ലാസാഗു എന്ന് പറയുന്നത് എത്രയാണ്? 60 മിനിറ്റ്. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ്. അപ്പോൾ ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഇവ 3ഉം എന്ത് ചെയ്യും? ഒരുമിച്ച് കത്തും അല്ലേ? അപ്പോൾ 8 മണിക്കാണ് കത്തിയെങ്കിൽ പിന്നെ എപ്പോഴായിരിക്കും കത്തുന്നുണ്ടാവുക? 9 മണിക്കായിരിക്കും. 8ൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മതി, 9 മണിക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർ ഇടവിട്ട് പ്രകാശിക്കുന്നതിൻ്റെ ആ ഒരു പീരീഡ് എടുക്കുക, 3, 4, 5, അതിൻ്റെ LCM കണ്ടുപിടിക്കുക. അതിൻ്റെ LCM കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര ടൈം ഇൻ്റർവെൽ കൂടുമ്പോഴാണ് ഇവർ ഒരുമിച്ച് പ്രകാശിക്കുന്നത് എന്ന് കിട്ടും അല്ലേ? ഇവിടെ 3, 4, 5 ആണ്. അതിൻ്റെ ലാസാഗു എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ്. അതായത് 60 മിനിറ്റ് ആണ്. അതായത് 1 മണിക്കൂറാണ്. അപ്പോൾ 8 മണിക്ക് കത്തിയെങ്കിൽ പിന്നെ എപ്പോഴാണ് കത്തുക എന്ന് വെച്ചാൽ ഈ 8 മണിയുടെ കൂടെ പിന്നെ 1 ആഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര മണിക്കാണ്? 9 മണിക്കാണ് പിന്നെ ഒരുമിച്ച് കത്തുക. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനത്തെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഈ ചോദ്യം LDC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇലക്ട്രോണിക് ബെൽ ഓരോ 60 സെക്കൻഡിലും മണിയടിക്കുന്നു. മറ്റൊരു ബെൽ ഓരോ 62 സെക്കൻഡിലും മണിയടിക്കുന്നു. ഇവ രണ്ടും ഒരുമിച്ച് രാവിലെ 10 മണിക്ക് മുഴങ്ങിയാൽ വീണ്ടും ഒരുമിച്ച് മണി മുഴങ്ങുന്ന ഏറ്റവും അടുത്ത സമയം ഏത്?
അപ്പോൾ ഒരു ബെല്ല് ഓരോ 60 സെക്കൻഡിലും മണി അടിക്കുന്നുണ്ട്, മറ്റൊരു ബെല്ല് ഓരോ 62 സെക്കൻഡിലും മണി അടിക്കുന്നുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് രാവിലെ 6 മണിക്ക് മുഴങ്ങിയിട്ടുണ്ട്. ഇനി എപ്പോഴാണ് രണ്ടും കൂടി ഒരുമിച്ച് മുഴങ്ങുന്നത്? ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം 60ൻ്റെയും 62ൻ്റെയും ഒക്കെ എൽസിയം കണ്ടു കഴിഞ്ഞാൽ ഒരു ടൈം ഇൻ്റർവെൽ കിട്ടും. അപ്പോൾ 10 മണിക്ക് മുഴങ്ങി കഴിഞ്ഞാൽ ആ ഒരു ഇൻ്റർവെൽ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എത്ര മണിക്കാണ് ഇനി മുഴങ്ങുന്നത്, ഒരുമിച്ച് മുഴങ്ങുന്നതെന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ പ്രോബ്ലം ചെയ്ത് നോക്കി നോക്കുക. കിട്ടുന്ന ഉത്തരം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. HCF LCM ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്